കത്തോലിക്ക വിശ്വാസപ്രകാരം ഓരോ വ്യക്തിയെയും സംരക്ഷിക്കുവാനും നയിക്കുവാനുമായി ദൈവം കാവൽ മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിലെ അതീവ രഹസ്യമായ ചിന്തകൾ അറിയുവാൻ ഇവർക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾ നിലനിൽക്കുന്നു. പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെയും സഭയുടെയും പഠനമനുസരിച്ച് ഇതിന് രസകരമായ ചില വശങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ നേരിട്ട് വായിക്കാൻ കാവൽ മാലാഖമാർക്ക് സാധിക്കില്ല എന്നതാണ് വസ്തുത. സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ ആന്തരിക ചിന്തകളിലേക്ക് പൂർണ്ണമായും പ്രവേശനമുള്ളൂ. വിശുദ്ധ തോമസ് അക്വിനാസ് തന്റെ സുമാ തിയോളജി എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മാലാഖമാർക്കുള്ളതല്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. മാലാഖമാർക്ക് നമ്മുടെ മനസ്സിൽ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ചിന്തകൾ അവർക്ക് വെളിപ്പെടുത്തി നൽകാൻ നമുക്ക് സാധിക്കും. ആത്മീയമായ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും അവരോട് സംസാരിക്കുകയോ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സുഹൃത്തിനോടെന്ന പോലെ നമ്മുടെ രഹസ്യങ്ങൾ കാവൽ മാലാഖയോട് പങ്കുവെക്കണമെന്ന് തത്വചിന്തകൻ പീറ്റർ ക്രാഫ്റ്റ് തന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. നേരിട്ട് ചിന്തകൾ വായിക്കാൻ കഴിയില്ലെങ്കിലും മനുഷ്യരെക്കാൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ള മാലാഖമാർ മികച്ച നിരീക്ഷകർ കൂടിയാണ്. നമ്മുടെ മുഖഭാവം, ശാരീരിക മാറ്റങ്ങൾ, പെരുമാറ്റം എന്നിവ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾ എന്തു ചിന്തിക്കുന്നുവെന്ന് ഏകദേശമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. രക്തസമ്മർദ്ദവും ഹാർട്ട് ബീറ്റും നോക്കി ഒരു ഡോക്ടർക്ക് രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ചലനങ്ങളിൽ നിന്ന് മാലാഖമാർക്ക് നമ്മുടെ വികാരങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു. നമ്മുടെ ആന്തരിക രഹസ്യങ്ങൾ അവരോട് തുറന്നു പറയുമ്പോൾ നിത്യജീവനിലേക്കുള്ള പാതയിൽ നമ്മെ കൂടുതൽ ശക്തമായി സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നു.